ഏകദേശം 16 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. പാരീസിൽ G7 സമ്മിറ്റ് നടക്കുകയാണ്. അതിനകത്ത് ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യാണ്, G7 മെമ്പറല്ല, പലയധികം രാജ്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. അതിലൊരു ഇൻവൈറ്റ് ഇന്ത്യ. പക്ഷെ കഴിഞ്ഞ 7-8 പ്രാവശ്യമായിട്ട് ഇന്ത്യ പെർമനൻ്റ് ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ത്യ പെർമനൻ്റ് ഇൻവൈറ്റ് ആയതിൻ്റെ കാര്യം ആദ്യം മനസ്സിലാക്കുക, അമേരിക്കയാണ് കാരണം. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ പെർമനൻ്റ് ഇൻവൈറ്റ് ആയത്. അതായത് ഇന്ത്യ ഈ ചൈനയുമായിട്ടുള്ള മറ്റുള്ള പരിപാടികളിൽ പോകരുത്, ഈ രാജ്യങ്ങളിലെ കൂടെ നിൽക്കണം. ഈ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇന്ത്യയെ അതിൻ്റെ അത് പെർമനൻ്റ് ഇൻവൈറ്റ് ആയിട്ട് മോദിയെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഏതൊക്കെ രീതിയിലാണ് മോദി ട്രംപ് ഇഷ്യൂ ഉണ്ടായത്. ട്രംപ് ഇന്ത്യയെ ഗ്ലോബലായിട്ട് വലിച്ചു കീറാൻ ശ്രമിച്ചു. H1B വിസയാണെങ്കിലും അതേപോലെ തന്നെ ഡെഡ് എക്കോണമി ആണെന്ന് പറഞ്ഞു, നരകതുല്യമാണെന്ന് പറഞ്ഞു. അതേപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടായത് എന്ന് വരെ അവർ പറഞ്ഞു. അത് ഏകദേശം ഒരു സത്യം തന്നെയാണ്, അതിനകത്ത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ ടെക്നോളജി ആണെങ്കിൽ IT ഇൻഡസ്ട്രിയൊക്കെ അമേരിക്കൻ കമ്പനികളാണ് ഇവിടെ വർക്ക് വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ത്യൻ മീഡിയ ഒക്കെ വലിയ സംഭവമായിട്ട് പറയുന്നു. ചില ഇന്ത്യൻ മീഡിയകൾ പറയുന്നു ഈ പറയുന്ന ട്രംപിൻ്റെ ബോഡി ലാംഗ്വേജ് ശരിയായില്ല, മോദിയെ ഹഗ് ചെയ്തില്ല, കെട്ടിപ്പിടിച്ചില്ല. ഈ കെട്ടിപ്പിടുത്തം തന്നെ ഒരു പ്രശ്നമാണ്. അതായത് മോദി എവിടുന്ന് പോയി ട്രംപിനെ കാണിക്കാൻ വേണ്ടി, ട്രംപിനെ ഈഗോ കാണിക്കാനും പ്രശ്നം കാണിക്കാനും ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയി. അത് കഴിഞ്ഞ് പുട്ടിനെ കെട്ടിപ്പിടിക്കാൻ പോയി. അത് തിരിച്ച് ട്രംപ് കാണിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്ത്യ 4th ലാർജസ്റ്റ് എക്കോണമി ആയിരുന്നു, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്. അതിൽ നിന്നും 7ാം സ്ഥാനത്തിലോട്ട് കൂപ്പുകുത്തി. ഞാൻ പറയുന്ന സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അമേരിക്കയുമായിട്ട് പിണങ്ങിയപ്പോൾ അതിന് മോദി കൊടുത്ത ഒരു ന്യായീകരണം അതൊന്നുമല്ല കൊടുത്തത്. അതായത് പെട്രോൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ഈ ഹോർമുസ് ആണ് പ്രശ്നം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഹോർമുസ് സംഭവം തുറക്കുക പറഞ്ഞിട്ട് ഈ പറയുന്ന ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് 3000-5000 കയറിപ്പോയോ? പോയില്ല. ഇതാണ് യഥാർത്ഥ ഇഷ്യൂയിലോട്ട് വരട്ടെ. യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ വന്ന FDI എന്ന് പറയുന്ന 1 ബില്യനാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്ന FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 24 ബില്യനാണ്. ഇന്ത്യയിൽ നിന്നും ഔട്ട്ഫ്ലോ, അതായത് ഇന്ത്യയിൽ നിന്നും പണം ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് പോയത് ഏകദേശം 60-70 ബില്യനും മുകളിലാണ്. ഇന്ത്യയിലെ IT ജോബ് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു കാണും ഒരു വാർത്ത. ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞൊരു IT ഫേം, അമേരിക്കൻ ബേസ്ഡ് ആണ്, ചെന്നൈയിലാണ്. 250 ജോലിക്കാരുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരോട് പറഞ്ഞു ഞങ്ങളിത് അടച്ചു പൂട്ടുകയാണ്. 250 പേര്. അതിൻ്റെ അത് ടെക്നോളജിസ്റ്റ് ഉണ്ട്, അത് മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ടല്ല. കാരണം റിയൽ എസ്റ്റേറ്റ് ആണ്, സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ്. അതങ്ങ് അടച്ചു പൂട്ടുക. ഇത് ഈ പറയുന്ന 250 പേരൊക്കെ വരുമ്പോൾ മീഡിയയിലും ഒക്കെ വരും, സോഷ്യൽ മീഡിയയിലൊക്കെ വരും. പക്ഷെ 15, 20, 50 പേരുടെയൊക്കെ ജോലി പോകുന്ന ഇഷ്ടം പോലെ IT കമ്പനികളുണ്ട്. ഇനി അതൊക്കെ പോകട്ടെ. വിനോദ് ഖോസ്ല, അയാൾ ChatGPT അതിൻ്റെ ഒരു ഇൻവെസ്റ്ററാണ്. ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ശരിക്കും ഗ്ലോബൽ ടെക്നോളജിയെ പറ്റിയും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ പറ്റി വ്യക്തമായിട്ട് നല്ലൊരു ബ്രെയിനി അയാൾ. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കും. എന്തുവാണ് അദ്ദേഹം പറഞ്ഞത്? 200 ബില്യൻ്റെ ഇന്ത്യൻ IT ഫേം അത് ഷ്രിങ്കേജിലാണ്, അത് പൊളിഞ്ഞു പോകും. കാരണം AI വന്നിരിക്കുകയാണ്. ഇതാണ് സംഭവം. അതായത് വരാൻ പോകുന്ന ദിവസം ഈ അമേരിക്ക എന്ന് പറയുന്ന മോദി അതിനെ ഈ ട്രംപിനെ കാലെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് വല്ലാത്ത അവതാളത്തിലോട്ടങ്ങ് പോവുകയാണ്. കാരണം ജോലി ഇല്ലാതാവുക. അപ്പം അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് മുഴുവനും. എക്കോണമി കൊളാപ്സ് ആണെങ്കിലും ഓരോ ദിവസവും ഓരോ സ്കാം വരുന്നതൊക്കെ
അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഇപ്പോൾ 3 സെയിലേഴ്സ് അമേരിക്കൻ നാവികർ വെടിവെച്ച് കൊന്നു. ഈ പറയുന്ന ഹോർമുസുമായിട്ട് അതിൻ്റെ അമേരിക്കൻ ബ്ലോക്കേഡുമായി ബന്ധപ്പെട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റഷ്യ ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത്, അവർ കണ്ടം ചെയ്തോ? ഇല്ല. ചൈന കണ്ടം ചെയ്തോ? ഇല്ല. ഫ്രാൻസ് കണ്ടം ചെയ്തോ? ഇല്ല. ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി, അയാൾക്ക് മെലഡി ചോക്ലേറ്റ് കൊടുത്തു, അവർ കണ്ടം ചെയ്തോ? ഇല്ല. അതാണ് ഡിപ്ലോമാറ്റിക് കൊളാപ്സ് എന്ന് പറയുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളെ ചൂടാക്കാനും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇപ്പം ഏതോ കാര്യമായ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് റിലേഷൻഷിപ്പ് റിപ്പയർ ചെയ്ത് ശരിയാക്കിയില്ല എങ്കിൽ ഞാനിത് വീണ്ടും ആവർത്തിക്കും. നാളത്തെ മീറ്റിംഗ് അറിയത്തില്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്ന H1Bയുടെ കാര്യം, ഇന്ത്യക്കാർക്കുള്ള അമേരിക്കൻ വിസയുടെ കാര്യം, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് മോദി ട്രംപ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എങ്കിൽ ഇന്ത്യയുടെ ജോലി, അതായത് ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ്, അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇതൊന്നും ആയിരിക്കത്തില്ല ഇന്ത്യയുടെ എക്കോണമി. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കെടുത്ത് തന്നെ പറയാം, സുനാമി ആയിരിക്കും അടിക്കുന്നത്. എല്ലാവരെയും ബാധിക്കും ഇത്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും അത് വീണ്ടും ട്രാക്കിൽ വരാൻ ഏകദേശം 6, 7, 8 മാസം എടുക്കും. വീണ്ടും ഈ പറയുന്ന ഹോർമസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവിടെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ബോംബുകളും ഈ പറയുന്ന മൈൻസൊക്കെ പാകിയിട്ടുണ്ട്. അത് ഇറാൻ മുഴുവനും എടുത്ത് മാറ്റണം. അത് മുഴുവനും ക്ലിയർ ചെയ്ത് അത് റൂട്ടെല്ലാം കംപ്ലീറ്റായി ശരിയാക്കാൻ വേണ്ടി സമയമെടുക്കും, അതായത് പഴയ ട്രാക്കിൽ വരാൻ. അപ്പോൾ ഈ ഹോർമസ് ഇറാനും ചുമ്മാ പറയുന്നത്, വെറുതെ പറയുന്നത്. ബേസിക്കലി ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല. ഇന്ത്യൻ കമ്പനികൾ വളരെ പൂറായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾ അടുത്തിടയ്ക്ക് ഈ IMFൻ്റെ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ, IMFൻ്റെ പുതിയ റിവ്യൂ വന്നു. അതിനകത്ത് വീണ്ടും ഇന്ത്യക്ക് C ഗ്രേഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ GDPയെ പറ്റി പറയുന്ന കണക്കുകൾ ശരിയല്ലെന്ന്. ഇതല്ലേ ആദ്യം പോലെ എല്ലാവരും പറയും, ഞാനും ഇത് പറയുന്നു. ഈ GDPയെ പറ്റി പറയുന്ന കണക്ക് തെറ്റാണ്, വെറുതെ തള്ളാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സംഭവം നെഗറ്റീവാണ് ഇപ്പോഴ്. അതാണിപ്പം ഇപ്പം കോൺഗ്രസ് രഘുരാൻ രാജൻ്റെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കളയുക. BJP ഏറ്റവും പിന്തുണയ്ക്കുന്ന ഈ വിനോദ് കോസ്ലെ എന്ന് പറയുന്നയാൾ ഈ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയുള്ള ഇന്ത്യൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, അയാൾ ഇഷ്ടം പോലെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ തന്നെയാണ് പറയുന്നത് വളരെ മോശത്തിലോട്ടാണ് ഇന്ത്യയുടെ പോക്ക്. അതായത് അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടാക്കിയേ മതിയാവത്തുള്ളൂ. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യയിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എവിടെയും നിൽക്കില്ല. കാരണം വർക്കുകളും മുഴുവനും പോകുന്ന ചൈനയിലോട്ടും തായ്വാനിലോട്ടും പോവുകയാണ്, ഇന്ത്യയിൽ വരുന്നില്ല. ലോകപ്രശസ്ത ഈ പറയുന്ന TCS ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും വിപ്രോ ആണെങ്കിലും ഈ IT കമ്പനികളെല്ലാം മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ 3-4 വർഷമേ നിൽക്കുകയുള്ളൂ. കാരണം കംപ്ലീറ്റ് ജോബ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പല ഇൻ്റർനാഷണലി എക്സ്പേർട്ടുകളൊക്കെ ഇത് പ്രെഡിക്റ്റ് ചെയ്താണ്. ഇതിനെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 2-3 വർഷം മുമ്പ് ബിൽ ഗേറ്റ്സ് ആണ്, മൈക്രോസോഫ്റ്റ്. അതായത് ബ്ലഡ് ബാത്ത് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം ആ ഒരു ക്രൈസിസ് ഒരു ഭാഗത്ത്, അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലോട്ട് വരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എലോൺ മസ്ക് ഇന്ത്യ വരാൻ ഉദ്ദേശിച്ചതാണ്. അതേപോലെ തന്നെ പല AI കമ്പനികളൊക്കെ ഇന്ത്യയിൽ ഇട്ടിരിക്കുന്ന ഡേറ്റാ സെൻ്ററാണ്. കാരണം അവർക്കറിയാം ഇന്ത്യ ഒരു മാർക്കറ്റാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഇതിൻ്റെ വർക്കുകൾ എവിടെ പോകും? അതിൻ്റെ സർവീസും പ്രൊവൈഡും വർക്കൊന്നും കാര്യമായിട്ട് ഒരു വർക്കും ഇന്ത്യയിലോട്ട് വരുന്നില്ല. കാരണം ഈ പറയുന്ന AI പുതിയ കമ്പനികളാണ്. ChatGPT ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും ആന്ത്രോപ്പിക്കാണ്, ഇത് വേറെ കമ്പനികളാണ്. ഇതിൻ്റെ വർക്കുകളൊന്നും ഈ പറയുന്ന സർവീസ് പ്രൊവൈഡറൊന്നും ഇന്ത്യയിൽ വരുന്നില്ല. ഈ പറയുന്ന IT കമ്പനികളുടെ വർക്കുകൾ മുഴുവൻ ഇത് മുഴുവൻ അങ്ങ് വലിച്ചെടുക്കുകയാണ്. കാരണം അതങ്ങ് ചെയ്യുകയാണ്. അതായത് ഇന്ത്യൻ എക്സ്പേർട്ടുകൾ, പ്രത്യേകിച്ച് ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തി നേരത്തെ പറഞ്ഞു,
ഏകദേശം 2-3 വർഷം മുമ്പ് പറഞ്ഞു. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഹ്യൂമൻ രീതിയിൽ ശരിയാവത്തില്ല, ഇത് റീപ്ലേസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതേപോലെ ഇതിനെ വെച്ച് ഞാൻ അന്ന് വേറൊരാളോട് ചോദിച്ചു, ഇൻഫോസിസിൽ അവിടുന്ന് സീനിയറായ പോസ്റ്റിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, ഈ നാരായണമൂർത്തി പറഞ്ഞ ഈ സംഭവം സത്യമാണ്. പറഞ്ഞത് നാരായണമൂർത്തി ഓൾഡ് ഏജ് സ്കൂൾ, പഴയ സ്കൂളാണ്. ടെക്നോളജിയുമായിട്ടും IT-യുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എയുടെ സംഭവത്തെപ്പറ്റി അദ്ദേഹത്തിന് ഈ പറയുന്നൊരു ഡെപ്ത് ഇല്ല. അതുകൊണ്ടാണ് ഈ വിടുവാത്തരം പറഞ്ഞത്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് ഇന്ത്യൻ കമ്പനികൾ സർവീസ് പ്രൊവൈഡേഴ്സാണ് അമേരിക്കൻ കമ്പനികളുടെ പല രീതിയിലും. ആ വർക്കുകൾ മുഴുവനും അങ്ങ് മാറുകയാണ്. അതായത് ഇന്ത്യയിൽ IT സെക്ടറിനകത്ത് ബ്ലഡ് ബാത്ത് ഉണ്ടാകുക എന്ന കാര്യത്തിൽ വിനോദ് ഖോസല പറഞ്ഞ അടിസ്ഥാനപരമായി ശരിയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും പ്രധാനം, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ട്രംപിനെ വീഴ്ത്താൻ സാധിക്കുമോ? അതായത് കയ്യും കാലയും പിടിച്ചാൽ ഈ സംഭവം നടക്കും. ട്രംപ് അങ്ങനെ ഒരു മനുഷ്യനാണ്. ഇപ്പം നാളത്തെ മീറ്റിങ്ങിനകത്ത് ഇവർ രണ്ടുപേരും സംസാരമൊക്കെ കഴിയുമ്പോൾ, കാരണം G7 സമ്മിറ്റിൻ്റെ ബാക്ക് ടു ബാക്ക് വേറെ മീറ്റിംഗ് നടക്കും. അതിനകത്ത് പത്രക്കാരുടെ ഉപയോഗിച്ച് വീണ്ടും ട്രംപ് പറയുകയാണ്, ഉറപ്പായിട്ടും അറിയാം ട്രംപ് ഏത് ചോദ്യത്തിനും ആരും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തയാളാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, പാകിസ്ഥാനെ പറ്റി ചോദിക്കും, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ അറ്റാക്ക്, അത് ആ ചോദ്യങ്ങളും ഉണ്ടാകാം. അയാൾ അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്യും. കാരണം അമേരിക്കൻ റിലീജിയസ് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട്. അതായത് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ. ഇന്ത്യക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഇഷ്യൂ ഉണ്ട് ട്രംപിനെ കൊണ്ട് നടത്തിയെടുക്കാൻ. അപ്പം ഇതാണ് അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം പണ്ട് നേരത്തെ ഇവിടെയുള്ള യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് ചാനലൊക്കെ പറഞ്ഞ സംഭവമുണ്ട്, ഏതാണ്ട് മോദി സറണ്ടർ അല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, മോദി കംപ്ലീറ്റ് സറണ്ടറായിട്ട് പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അയാൾക്കറിയാം ഇനി ട്രംപിന് ഈ പറയുന്ന പോലെ അവിടെ 2 വർഷം 2.5-3 വർഷത്തോളം ഉണ്ട്. മോദിക്ക് ഇനി 3 വർഷമുണ്ട്. അതായത് വരാനുള്ള സമയം ഗ്ലോബലായിട്ട് ഇഷ്യൂ ഉണ്ട്, ഗ്ലോബലായിട്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ഇന്ത്യയെ അമേരിക്ക സഹായിക്കുമോ? അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്കൻ ചാനലുകൾ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപിനെയൊക്കെ പിന്തുണയ്ക്കുന്നവർ, അവർ പറയുന്നത് ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളത്തില്ല, പ്രത്യേകിച്ച് മോദിയെ. അപ്പം മോദിക്ക് പകരം വേറൊരാളാവട്ടെ, അതിനുശേഷം ട്രസ്റ്റ് ചെയ്യാം, ആ രീതിയിൽ കൊണ്ടുപോകാം. ആ രീതിയിലാണ് അവിടെ സംസാരം ഉണ്ടായിരിക്കുന്നത്. കാരണം മോദിയെ ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളത്തില്ല. കാരണം എങ്ങനെയാണ്, കാരണം അമേരിക്ക സഹായിച്ചിട്ടാണ് ഇന്ത്യയുടെ എക്കോണമി മാറിയത്. അത് ഞാൻ നേരത്തെ ആ പോയിന്റ് പറഞ്ഞു, സത്യം തന്നെയാണ്. അമേരിക്കയാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുത്തിരിക്കുന്നത്, അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള IT കമ്പനികൾ പലരും അമേരിക്കൻ ചാനലൈസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നാളത്തെ മീറ്റിങ്ങിന് പ്രാധാന്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യമുണ്ട്. അതിനനുസരിച്ച് നരേന്ദ്രമോദിയും BJPയും ഇന്ത്യ ഗവൺമെൻറ് പോയില്ലെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, അമേരിക്ക ഇന്ത്യയെ പൂർണ്ണമായിട്ടും തഴയും, ഇന്ത്യ എക്കണോമിക് കൊളാപ്സിലോട്ട് പോകും. അമേരിക്ക എന്ത് തീരുമാനമെടുക്കുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങൾ ആ G7 മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ യൂറോപ്പും തീരുമാനമെടുക്കുക. യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയായിട്ട് പഴയ ലോഹിയൊന്നുമില്ല. കാരണം റഷ്യൻ ഓയിൽ വാങ്ങി റഷ്യയ്ക്ക് സാമ്പത്തിക അടിസ്ഥാനം കൊടുക്കാൻ ഇന്ത്യ തയ്യാറായി ഉക്രൈൻ ഇഷ്യൂവിൽ. കാരണം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ G7 പ്രധാനപ്പെട്ട ഇഷ്യൂ ഉക്രൈനാണ്. അങ്ങനെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് വിശ്വാസമില്ല, അറബ് രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് വിശ്വാസമുണ്ട്. പക്ഷേ എന്താണ് ട്രംപ് എടുക്കുന്ന അടുത്ത സ്റ്റെപ്പ്, അതിനെ ബേസ് ചെയ്തായിരിക്കും അവിടെയും തീരുമാനം ഉണ്ടാകുന്നത്. അതായത് മോദിയുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ആസിഡ് ടെസ്റ്റാണ് വരാനുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ പറയുന്ന ട്രംപിനെ പ്രീതിപ്പെടുത്തിയില്ല എങ്കിൽ ട്രംപിൻ്റെ കയ്യിൽ ട്രിഗറായിട്ട് പാകിസ്ഥാൻ കയ്യിലുണ്ട്. അസിം മുനീർ ആണെങ്കിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്. പാകിസ്ഥാൻ കംപ്ലീറ്റ് അയാളുടെ കൂടെ നിൽക്കുകയാണ്. ഈ പാകിസ്ഥാൻ്റെ അഡ്വാൻറ്റേജ് അവരുടെ കൂടെ ചൈനയുണ്ട്, ഇന്ത്യയുടെ കൂടെ ആരുമില്ല. ഇതാണ് സ്ഥിതി. ഇന്ത്യയുടെ എക്കോണമിയും വീക്കാവുന്നു, നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ നമ്മൾ സംഭവമായിരുന്നു, അത് നമ്മൾ എവിടെയോ അല്ലാതായി മാറി, വിശ്വഗുരു ഒരു കോപ്പിലും ഇല്ലാതായി മാറി. അതാണ് കൺക്ലൂഡ് ചെയ്യുന്നത്.
ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആസിഡ് ടെസ്റ്റാണ് വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യയും ലോകവും കാണാൻ പോകുന്നത്.